ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുടമൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാണെന്നല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു ചതി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം മോട്ടർ ഇട്ട് കഴിഞ്ഞപ്പോൾ സമയം നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മോട്ടർ ഇട്ട് എപ്പോഴും സമയം നോക്കി 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ മോട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് സമയം നോക്കിയില്ല. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നേ വന്നിട്ട് ടാങ്ക് നിറഞ്ഞിട്ട് നല്ല വെള്ളം പോയി കേട്ടോ. അപ്പോൾ ഇനി അതേപോലെ പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആയിട്ടുണ്ടാകുമെന്ന് വെച്ചിട്ട് അങ്ങനെ മോട്ടർ ഓഫാക്കുകയും ചെയ്തു. പിന്നെ രാവിലെ എല്ലാവരും വെള്ളം ഉപയോഗിക്കലൊക്കെ കഴിഞ്ഞ് 8 മണിയൊക്കെ ആയ സമയത്ത് പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളം തീർന്നു. അപ്പോൾ ഞാൻ മോട്ടർ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ കറണ്ടുമില്ല. അപ്പോൾ മൊത്തത്തിൽ കാലി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം പിടിച്ച് വെക്കുന്നൊന്നുമില്ലല്ലോ, ടാങ്കിലല്ല വെള്ളം കിടക്കുന്നത്. അപ്പോൾ എപ്പോഴാണേലും നമുക്ക് ഇട്ടാൽ വെള്ളം ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ വെള്ളം പിടിച്ച് വെക്കാറുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമല്ല കേട്ടോ. പിന്നെ മോനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വെള്ളം നോക്കുമ്പോൾ വെള്ളമല്ല. പിന്നെ ഞാൻ കിണറ്റിൽ നമ്മുടെ പഞ്ചായത്ത് കിണർ പോയിട്ട് മേലെന്ന് വെള്ളം എടുത്തിട്ട് വന്നു കേട്ടോ. 2-3 കുടം വെള്ളം എടുത്ത് വന്നിട്ടാണ് അപ്പോഴത്തെ ആവശ്യത്തിന് മോനിക്ക് കുളിക്കാനൊക്കെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ ഒന്നാണെങ്കിൽ പിന്നെ കറണ്ട് വന്നതേ ഇല്ല കേട്ടോ. വൈകുന്നേരത്ത് 2 മണി കഴിഞ്ഞിട്ടാണ് വെള്ളം വന്നത്. അപ്പോൾ അതുവരെ ഇതിൽ നിന്ന് 4 കുടം വെള്ളം കൊണ്ടുവന്ന് കിണറ്റിൽ നിന്ന് 4 കുടം വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ഓരോ ദിവസം ഇങ്ങനെ ഒഴുകി പോകണ വെള്ളം കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുമല്ലോ, ഈ എന്താണേലും ഫുഡാണേലും കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ ഓവറായിട്ട് വേസ്റ്റാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്കത് ഭക്ഷണം കിട്ടാതെ കാരണം നമ്മൾ ചിലപ്പം വെച്ചിട്ടുണ്ടെങ്കിലും തികയാതൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളന്ന് വേസ്റ്റാക്കി കളഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഭക്ഷണം കിട്ടാതായത് എന്നൊക്കെ. അത് പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളം 2 ദിവസം നിറഞ്ഞു പോയിട്ടോ. അപ്പോൾ മൂന്നാമത്തെ ദിവസം എനിക്ക് വെള്ളം തീരെ ഇല്ലാതെയായിട്ടോ. അപ്പോൾ കിണർ അവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത വീട്ടിൽ പോയിട്ട് എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ട് വരിക. അലക്കിയ തുണികൾ ഒരു വക മെഷീനിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ, കുളിക്കൽ, പാത്രം കഴുകാനുള്ള വെള്ളം എല്ലാം ഒരു തുള്ളി വെള്ളം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഇതായി. പിന്നെ ഞാൻ ഇറവെള്ളം പിടിക്കാൻ വേണ്ടി ബൈലർ എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ പോലും നമുക്ക് ബാത്റൂമിലത്തെ ഉപയോഗത്തിനും തുണി അലക്കി എടുക്കാനുള്ള ഇതിനൊക്കെ ആ വെള്ളം എടുക്കായിരുന്നു. പക്ഷെ ഞാൻ അതും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നൊരു ദിവസം മുഴുവനും അതിൽ കൂടെ മക്കളും വന്നിട്ടുണ്ട്, മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വെള്ളത്തിന് കുറച്ച് ആവശ്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് വൈകുന്നേരമാക്കി. അപ്പോൾ ഞങ്ങൾ ദേർശാല ഉണ്ടാകുന്ന സമയത്തൊക്കെ വെള്ളം ഇല്ലെങ്കിൽ ഇതേപോലെയാണ് കേട്ടോ. വൈകുന്നേരം 5 മണി വരെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കലാണ് വെള്ളമില്ലാതെ. അവിടെ പിന്നെ നമുക്ക് എവിടെ പോയി കൊണ്ടുവരാനൊരു നിവൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പിന്നെ കിണറുണ്ടായതുകൊണ്ട് നമുക്ക് കിണറ്റിലെങ്കിലും പോയി എടുക്കാം. ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കിണറ്റിൽ നിന്ന്. അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് എനിക്കങ്ങനെ ഒരു ചതി പറ്റിയത് കേട്ടോ. എന്താ വെച്ചാൽ എങ്ങനെയായാലും വൈകുന്നേരം നേരത്തെ മോട്ടർ ഇടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നിറഞ്ഞു എന്നുള്ളൊരു ഇതിൽ ഓഫ് ചെയ്തുകൊണ്ടാണ് പിന്നെ വെള്ളം രാവിലെ തീർന്നത് അറിഞ്ഞതുമില്ല. അപ്പോൾ അതിനൊത്ത് കറണ്ടും അങ്ങോട്ട് പോയപ്പോൾ ആകെ കുടുങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പം ഞാൻ വെള്ളം തീരാൻ കാരണം എന്ന് വെച്ചാൽ തലേദിവസം ഞാൻ ഗോതമ്പ് നല്ല വെയിലും കാര്യങ്ങളൊക്കെ അല്ല. അപ്പം ഗോതമ്പ് നമുക്ക് വെയിലുണ്ടാകുമ്പോഴല്ലേ കഴുകി ഉണക്കാൻ പറ്റുള്ളൂ. ഈ 2-3 ദിവസം കിട്ടുന്ന വെയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഗോതമ്പ് കഴുകിയിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഗോതമ്പ് കഴുകലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കുറേ അങ്ങനെയും ചിലവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് വെള്ളം തീർന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ വെള്ളം വന്നാലും മതി, കറണ്ട് വന്നിട്ട് ഇട്ടാലും മതി എന്നുള്ളൊരിത്. മേലെ പോയി നമുക്ക് വെള്ളം എടുക്കാമല്ലോ അത്ര. അപ്പോൾ ഒരു കൈ കഴുകാൻ പോലും തിന്ന് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പോലും വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കുടം വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യമായിട്ട് ചിലവാക്കും. ഇല്ലെങ്കിൽ പിന്നെ അതില്ലാത്ത മാതിരി അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്കറിയാം കേട്ടോ. അപ്പോൾ കവറുകളൊക്കെ കഴുകിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണങ്ങുന്ന അങ്ങനെ എടുത്തിട്ട് കവറിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ കവറൊക്കെ എടുക്കാൻ വരുന്നവർ മിനിയാന്ന് വന്നിട്ട് കാർഡൊക്കെ തന്നിട്ട് ഞങ്ങൾക്ക് കാർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു മാസം കവർ കൊടുക്കണം, കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ 70 രൂപ കൊടുക്കണം കേട്ടോ അവർക്ക്.
അപ്പോൾ ഇന്നും നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഗോതമ്പ് ഉണക്കിയിട്ട് കുറച്ചും കൂടി ഉണങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി വിരിച്ചിടുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ബാക്കിൽ പിന്നെ ഒരു ഗേറ്റ് പോലെ ഇങ്ങനെ വെച്ചതുകൊണ്ട് ഇങ്ങോട്ട് നായ്ക്കളൊന്നും വരാത്തതുകൊണ്ട് ധൈര്യത്തിൽ ഗോതമ്പ് ഇടാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ മേലെ പോയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് നോക്കും വേണം, കുരങ്ങ് എന്തെങ്കിലും വരികയാണെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഗോതമ്പ് ഇട്ടിട്ട് ഉണക്കുകയാണെങ്കിൽ പിന്നെ അടുക്കള വശത്ത് ഇവിടെ ഇരുന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുരങ്ങ് ഇപ്പോൾ വല്ലാതെ വരുന്നൊന്നുമില്ല, നായ്ക്കളെ പ്രശ്നമാണ്. നായ്ക്കളിപ്പോൾ ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും ഇപ്പോൾ നായ്ക്കൾ കയറില്ല, അതുകൊണ്ട് ഞാൻ ഗോതമ്പ് ഇവിടെ ഇട്ടിട്ടാണ് കേട്ടോ ഉണക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ വാഷിംഗ് മെഷീൻ വന്നിട്ട് നമ്മൾ അലക്കാൻ വെള്ളം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രെയിന് ഇതാക്കിയിട്ട് ഓണാക്കി ഇട്ടിട്ടില്ലെങ്കിലും പിന്നെ വെള്ളം അങ്ങനെ ഇതിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ തുണി അലക്കി കഴിയുമ്പോഴേക്കിന് വെള്ളം അങ്ങനെ ഒഴിച്ചിറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താണ് നമുക്ക് ബാക്കിലൊന്ന് അയച്ചു നോക്കാം. ചിലപ്പോൾ വല്ല കോയിനോ പിന്നൊക്കെ എന്തെങ്കിലും പോയി അടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം അങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അയച്ചു നോക്കിയതാണ്. അപ്പോൾ അതൊന്നും അയക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ആകെ സ്ക്രൂ ഒക്കെ തുരുമ്പ് പിടിച്ച് പോയിട്ട് അപ്പോൾ അങ്ങനെ അതാണ് മൂടി വെച്ചു. അത് നേരാക്കിയിട്ട് നേരാവുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളിലത്തെ അതൊന്ന് അയച്ചു നോക്കാൻ പറഞ്ഞിട്ട് അത് അയച്ചു നോക്കുകയാണ് കേട്ടോ. എന്തായാലും ഇത് മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട്. ഉള്ളിലൊക്കെ എന്തോ ഒരു പൊടിയും ചെളിയാണ് അടിഞ്ഞ് കിടക്കുന്നത് പറഞ്ഞിട്ടൊക്കെ കൂടെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് മെഷീന്. ഇനിയിപ്പോൾ എന്തായാലും പുതിയത് വാങ്ങല്ലാതെ വഴി ഉണ്ടാവില്ല. അലക്കണം എന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ വെള്ളം പിടിച്ച് വെച്ചിട്ട് സോപ്പും പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ അലക്കാൻ പറ്റുക? അപ്പോൾ അതൊന്ന് നേരാക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. നേരാക്കിയ പക്ഷെ അത് എന്താ അതിൻ്റെ ഉള്ളിൽ ചിലപ്പം പിന്നോ കാര്യങ്ങളോ അടഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പം വെള്ളം അങ്ങനെ പോകണം. അത് അയക്കാൻ പറ്റാത്തതുകൊണ്ട് അതും ശരിയാക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം മോള് മെഷീൻ്റെ ഉള്ളൊക്കെ നല്ല ക്ലീനാക്കി കഴുകി ഒക്കെ അത് ഇട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മെഷീൻ ഓടുന്നുണ്ടോ എന്ന് നോക്കിയപ്പം ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതാണ് അവസ്ഥ കേട്ടോ. നമ്മൾ വെള്ളം നിറച്ച് വെച്ചാൽ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകും. അപ്പോൾ പിന്നെ അലക്കാൻ എങ്ങനെ പറ്റും? തുണി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ പോകുന്നതുകൊണ്ട് അലക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയ മെഷീൻ വാങ്ങില്ലാതെ വേറെ വഴിയൊന്നുമില്ല. മെഷീനില്ലാതെ ഇനി അലക്കാനും പറ്റില്ല കേട്ടോ. അപ്പം മെഷീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് അതിലില്ലെങ്കിലും കറണ്ടിൽ വർക്കാകുന്ന പോലെ ഒരു സൗണ്ടാണ് കേട്ടോ. മെഷീൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വെള്ളമൊക്കെ പിന്നെ തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം മെഷീനിൽ നിന്ന് ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളം പോകുന്നത് വരെ ആ സൗണ്ട് അങ്ങനെയൊക്കെ. സൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രയർ ഇടുന്ന സമയത്ത് മെഷീൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് വരില്ല, അതുപോലത്തെ ഒരു സൗണ്ടാണ് കേട്ടോ. എന്നിട്ട് കറണ്ട് പിന്നെ പ്ലഗ് ഇട്ടിക്കണമെന്നൊക്കെ എന്നിട്ട് വന്ന് ഇടയ്ക്കൊക്കെ ഓർമ്മയില്ലാതെ വന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.